നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 FC ബാഴ്സലോണയും PSG തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ബാഴ്സയുടെ മൈതാനത്താണ് കളി. PSG സ്ക്വാഡ് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മളത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ബാഴ്സലോണയും അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ബാഴ്സയുടെ നിരയിൽ ആരൊക്കെയാണുള്ളതെന്ന് ആദ്യം നോക്കാം. പിന്നെ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ബാഴ്സയുടെ പ്ലേയിങ് 11 ആരൊക്കെ ഉണ്ടാകും എന്നതുകൂടി പരിശോധിക്കാം. സ്ക്വാഡിലുള്ളത് ഷെസ്നി, കൊച്ചൻ, എദർ ആലർ എന്നിവരാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത്. ഡിഫൻസിലേക്ക് ബാൽഡെ, റൊണാൾഡോ റൗഹോ, കുബാർസി, ക്രിസ്ത്യൻസൻ, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്, ജോഫ്രെ എന്നിവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മധ്യനിരയിലേക്ക് പെഡ്രി, കെസാഡോ, ഓൽമോ, ഫ്രങ്കി ഡിയോങ്, ബെർണൽ, ദ്രോ എന്നിവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുന്നേറ്റത്തിലാവട്ടെ ഫെറാൻ, ലെവൻഡോസ്കി, ലാമിൻ യമാൽ, റാഷ്ഫോർഡ്, റൂണി, ടോണി ഫെർണാണ്ടസ് എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മികച്ച സ്ക്വാഡ് തന്നെയാണ്. പിന്നെ റാഫിഞ്ഞയെ പോലെ, ജോയൻ ഗാർഷിയെ പോലെ പരിക്കേറ്റവർ സ്ക്വാഡിൽ നിന്ന് പുറത്താണ്. അപ്പോൾ പ്ലേയിങ് 11 ആരൊക്കെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാറ്റലൻ മാധ്യമമാണ്. അവർ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു പ്രോബിൾ ലൈനപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഗോൾ കീപ്പർ ഷെസ്നിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ജോയൻ ഗാർഷി ഇല്ലാത്തതുകൊണ്ട് ഷെസ്നി ആയിരിക്കും ഗോൾ കീപ്പറായിട്ട്. ഡിഫൻസിൽ കൂണ്ടയും എറിക് ഗാർഷിയും കുബാർസിയും ജെറാർഡ് മാർട്ടിനും ഇറങ്ങുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മധ്യനിരയിൽ ഡിയോങ്ങും പെഡ്രിയും ഓൽമോയും, മുന്നേറ്റങ്ങൾ നയിക്കാൻ ലാമിനും റാഷ്ഫോർഡും ഇരു പാർശ്വങ്ങളിൽ, സെൻട്രൽ ഫോർവേഡിൻ്റെ റോളിൽ റോബർട്ട് ലെവൻഡോസ്കി. ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു 11. ഏതായാലും PSG മികച്ച താരനിരവായിട്ട് തന്നെ എത്തുന്നു. ഇരുഭാഗത്തും കുറച്ച് പരിക്കിൻ്റെ ആബ്സെൻസ് ഉണ്ട്. എന്നാൽ പോലും മികച്ച രൂപത്തിലുള്ള ടീമുകളും കൊണ്ട് തന്നെയാണ് രണ്ട് ടീമും ഇറങ്ങുന്നത്. ഒരു തീപ്പൊരി പോരാട്ടമാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.